ചെറിയ രാജ്യമാണെങ്കിലും സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങളുമായാണ് ഖത്തർ മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 270 കോടി ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഖത്തറിന് ലഭിച്ചു. ഇത് രാജ്യത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും വ്യക്തമായ സൂചനയാണ്. ഒട്ടേറെ പുതിയ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കാനും ഖത്തറിന് സാധിച്ചു എന്നതാണ് ഈ നേട്ടത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. കഴിഞ്ഞ വർഷം ഖത്തറിൽ 241 പുതിയ പദ്ധതികളാണ് ആരംഭിച്ചത്. 2023 അപേക്ഷിച്ച് ഇത് 110% അധികമാണ്. ഇത്രയും ചെറിയൊരു രാജ്യത്ത് ഇത്രയധികം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത് നിസ്സാര കാര്യമല്ല. ഈ പദ്ധതികളിലൂടെ 9000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 123% വർധനവാണ്. ഖത്തറിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറയാണ് നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കയറ്റുമതി ചെയ്യുന്നതിലൂടെ സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക മേഖല കെട്ടിപ്പടുക്കാൻ ഖത്തറിന് കഴിഞ്ഞു. രാഷ്ട്രീയവും സാമ്പത്തികവുമായി സ്ഥിരതയുള്ളതിനാൽ നിക്ഷേപം നടത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലമായി ഖത്തർ കണക്കാക്കപ്പെടുന്നു. വൈദ്യുതി ഉൽപാദനം, ഡാറ്റ പ്രോസസിംഗ്, ചില്ലറ മൊത്ത വ്യാപാരം, ശാസ്ത്ര ഗവേഷണവും വികസനവും, ജലലഭ്യത ഉറപ്പാക്കലും ശുചിത്വവും തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ വിദേശ നിക്ഷേപം ലഭിച്ചത്. ഈ മേഖലകളിൽ വലിയ വളർച്ചാ സാധ്യതകൾ ഉണ്ടെന്ന് നിക്ഷേപകർ തിരിച്ചറിയുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വിമാനയാത്രാ സൗകര്യങ്ങളുള്ളത് വ്യവസായികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ആതിഥേയത്വം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, കായിക രംഗത്തും ഖത്തർ വലിയ ശ്രദ്ധയാണ് നൽകുന്നത്. 2022 ഫുട്ബോൾ ലോകകപ്പിന് വിജയകരമായി ആതിഥേയത്വം വഹിച്ച ഖത്തർ ഇപ്പോൾ അടുത്ത ലോകകപ്പിനുള്ള ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങൾക്കും വേദിയാകാൻ ഒരുങ്ങുകയാണ്. സൗദി അറേബ്യയ്ക്കൊപ്പം ഖത്തറും ഈ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 റൗണ്ട് മത്സരങ്ങളാണ് ഖത്തറിൽ നടക്കുക. ഇറാഖ്, ഒമാൻ, ഇന്തോനേഷ്യ, UAE, ഖത്തർ, സൗദി അറേബ്യ എന്നീ ശക്തരായ ടീമുകളാണ് ഈ റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത്. ജൂലൈ 17-നാണ് 4ാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ്. 6 ടീമുകൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരിക്കും. ഒക്ടോബർ 8, 11, 14 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. നേരത്തെ ജപ്പാൻ, ഓസ്ട്രേലിയ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ദക്ഷിണ കൊറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഏഷ്യയിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. 4ാം റൗണ്ടിൽ നിന്ന് വിജയിക്കുന്ന 2 ടീമുകൾ കൂടി ഈ പട്ടികയിൽ ചേരും. കൂടാതെ 4ാം ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനത്തെത്തുന്ന ടീമുകൾ നവംബറിൽ ഏറ്റുമുട്ടി അടുത്ത റൗണ്ടിലേക്ക് കടക്കും. ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ ഖത്തറും 2034 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്ന സൗദി അറേബ്യയും കായിക മേഖലയിൽ കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിക്കുന്നത്. ഇത് കായിക രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകാനും സഹായിക്കും. സാമ്പത്തിക വളർച്ചയും കായിക മേഖലയിലെ നിക്ഷേപവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഭാവിക്ക് വലിയ സംഭാവനകൾ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഖത്തർ നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ്. അതുപോലെ ഖത്തറിന്റെ വളർച്ചാ കുതിപ്പിന് കൂടുതൽ കരുത്തേകാൻ വൻ പദ്ധതികളുമായി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലുമുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി 8100 കോടി ഖത്തർ റിയാലിന്റെ ബൃഹത്തായ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അഷ്ഗാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഖത്തറിന്റെ നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും കരാറുകാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും ഈ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മാണം, പൗരന്മാർക്കുള്ള ഭവന പദ്ധതികളുടെ ഭാഗമായുള്ള ഭൂമി വികസനം, മഴവെള്ളവും മലിനജലവും കൈകാര്യം ചെയ്യാനുള്ള പുതിയ ശൃംഖലകൾ സ്ഥാപിക്കൽ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. നഗരങ്ങളെ കൂടുതൽ ആധുനികമാക്കാൻ സഹായിക്കുന്ന പല പദ്ധതികളും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അതിൽ ആദ്യത്തേത് സ്ട്രാറ്റജിക് ഔട്ട്ഹാൾസ് പ്രൊജക്ട് ആണ്. ദോഹയുടെ വടക്കും തെക്കുമുള്ള മഴവെള്ള ഡ്രെയിനേജ് പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം കാണുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. അടുത്തത് ഭവന പ്ലോട്ടുകളുടെ വികസനമാണ്. 5500-ലധികം ഭവന പ്ലോട്ടുകളിൽ റോഡുകൾ, തെരുവ് വിളക്കുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും അഷ്ഗാൽ ലക്ഷ്യമിടുന്നുണ്ട്. അഷ്ഗാലിന്റെ ഈ വലിയ പദ്ധതികൾക്ക് പുറമെ ഖത്തറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും വലിയ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ വിദേശ നിക്ഷേപം 29.78 ബില്യൺ ഡോളറിന്റെ മൂലധന ചെലവിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഇത് ഖത്തറിന്റെ ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും നിക്ഷേപ സാധ്യതകളുടെയും തെളിവാണ്. 2022 135 പുതിയ FDI പദ്ധതികളാണ് ഖത്തറിൽ ആരംഭിച്ചത്. ഇത് മുൻവർഷത്തേക്കാൾ ഏകദേശം 25 മടങ്ങ് അധികമാണ്. ഈ പുതിയ പദ്ധതികളിലൂടെ 13,972 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 2021 അപേക്ഷിച്ച് തൊഴിലവസരങ്ങളിൽ ഇരട്ടി വർധനവാണ് ഉണ്ടായത്. എണ്ണ, വാതകം, സോഫ്റ്റ്വെയർ, IT, ബിസിനസ് സേവനങ്ങൾ, ഓട്ടോമോട്ടീവ്, ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചർ മേഖലകൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ പുതിയ ജോലികൾ ലഭ്യമായത്. 800-ലധികം പുതിയ വിദേശ വാണിജ്യ സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ കണക്കുകൾ ഖത്തറിന്റെ സാമ്പത്തിക മുന്നേറ്റവും പുതിയ പദ്ധതികളുടെയും തൊഴിലവസരങ്ങളുടെയും വർധനവും വ്യക്തമാക്കുന്നുണ്ട്. ആഗോളതലത്തിലും പ്രാദേശികമായും ഖത്തറിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഇത് വലിയ സംഭാവന നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദേശ നിക്ഷേപത്തിലും ഖത്തർ കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കുമെന്ന് നിസ്സംശയം പറയാം.